പ്രിയമുള്ളവരെ, തണ്ണിമത്തനിൽ വ്യാപകമായി ചുവപ്പ് നിറം ലഭിക്കുന്നതിന് വേണ്ടി എരിത്രോസിൻ എന്ന് പറയുന്ന ഒരു കൃത്രിമ നിറം ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ട് തണ്ണിമത്തൻ മാർക്കറ്റിൽ വ്യാപകമായി വിൽക്കപ്പെടുന്നു എന്ന രീതിയിലുള്ള വ്യാപക പ്രചരണം സോഷ്യൽ മീഡിയ വഴി നടക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഇതിൻ്റെ വസ്തുത എന്താണ്? പ്രകൃതിയാ തണ്ണിമത്തന് ചുവപ്പ് നിറം ലഭിക്കുന്നതിന് വേണ്ടി നാച്ചുറലി അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു കരോട്ടിനോയിഡ് പിഗ്മെൻ്റ് ഉണ്ട്. അതാണ് ലൈക്കോപ്പീൻ. സാധാരണ തക്കാളിക്കും അതുപോലെ റെഡ് ഗ്രേപ്സിനുമൊക്കെ ചുവപ്പ് നിറം ലഭിക്കുന്നത് ഈ ലൈക്കോപ്പിൻ എന്ന് പറയുന്ന നാച്ചുറൽ പിഗ്മെൻ്റ് അടങ്ങിയിട്ടാണ്. തണ്ണിമത്തനിൽ അടങ്ങിയിരിക്കുന്ന ഈ നാച്ചുറൽ ലൈക്കോപ്പിൻ പിഗ്മെൻറ്റ് ആ തണ്ണിമത്തൻ്റെ വെറൈറ്റിക്ക് അനുസരിച്ചും തണ്ണിമത്തൻ എത്രത്തോളം മൂപ്പ് എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം റൈപ്പനിങ് ആയിട്ടുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയൊക്കെ അതിൻ്റെ അളവിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തണ്ണിമത്തൻ്റെ നിറം ചിലപ്പോൾ നല്ല ചുവപ്പ് നിറവും ചിലപ്പോൾ മങ്ങിയ അല്ലെങ്കിൽ ഇളം ചുവപ്പ് നിറവും ഒക്കെ കാണാറുണ്ട്. ഇത്തരത്തിൽ വ്യാപക പ്രചരണം ഉള്ളതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സുകളുടെ സാമ്പിളുകൾ എടുത്ത് ലബോറട്ടറിയിൽ പരിശോധിച്ചിട്ടുണ്ട്. എന്നാൽ നാളിതുവരെ നടത്തിയ പരിശോധനകളിൽ ഒരു തണ്ണിമത്തനിൽ പോലും എരിത്രോസിൻ എന്നല്ല യാതൊരു തരത്തിലുള്ള കൃത്രിമ നിറങ്ങളും ചേർത്തതായിട്ട് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇനി സോഷ്യൽ മീഡിയ പ്രചരണങ്ങളിൽ പറയുന്നത് പോലെ എരിത്രോസിൻ ഇഞ്ചക്റ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടെന്ന് വെക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 1 കിലോഗ്രാം എരിത്രോസിന് മാർക്കറ്റ് വില ഏകദേശം 10,000 രൂപയോളം വരും. എന്ന് പറഞ്ഞാൽ 9,770 രൂപയൊക്കെയാണ് 1 കിലോഗ്രാം എരിത്രോസിന് വില വരുന്നത്. എന്ന് പറഞ്ഞാൽ 1 ഗ്രാം എരിത്രോസിന് ഏകദേശം 10 രൂപയോളം വില വരും. ഒരു വലിയ തണ്ണിമത്തനിലേക്ക് മിനിമം 5 ഗ്രാം എരിത്രോസിനെങ്കിലും ഇഞ്ചക്റ്റ് ചെയ്യേണ്ടി വരില്ലേ? അങ്ങനെ 5 ഗ്രാം എരിത്രോസിൻ ഇഞ്ചക്റ്റ് ചെയ്യുകയാണെങ്കിൽ 50 രൂപയോളം ഒരു തണ്ണിമത്തനിലേക്ക് എരിത്രോസിൻ ഇഞ്ചക്റ്റ് ചെയ്യാൻ വേണം. 1 കിലോഗ്രാം തണ്ണിമത്തന് നിലവിൽ 15 രൂപയാണ് മാർക്കറ്റ് വില. ഇനി 18 20 രൂപ തന്നെ ആയിരിക്കോട്ടെ, ഒരു വലിയൊരു തണ്ണിമത്തന് പരമാവധി 100 രൂപ വില വരും. അത്തരം ഒരു 100 രൂപ വില വരുന്നൊരു തണ്ണിമത്തനിലേക്ക് 50 രൂപ വില വരുന്ന എരിത്രോസിൻ ഇഞ്ചക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വിൽക്കുന്ന വിലയിൽ കച്ചവടക്കാർക്ക് ഈ തണ്ണിമത്തൻ വിൽക്കാൻ കഴിയുമോ? ഇനി തണ്ണിമത്തനിലേക്ക് തന്നെ ഇത്തരത്തിൽ ഇഞ്ചക്റ്റ് ചെയ്യുകയാണെങ്കിൽ എപ്പോൾ ഇഞ്ചക്റ്റ് ചെയ്യണം? ഒരിക്കലും ഒരു കടക്കാരൻ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ആ കടയിൽ കൃത്രിമ നിറങ്ങൾ ഇഞ്ചക്റ്റ് ചെയ്യാൻ സാധ്യതയില്ല. ആ കടയിലേക്ക് ലോഡ് ഇറക്കുന്നതിന് മുമ്പ് ഓൾറെഡി ഇഞ്ചക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തണ്ണിമത്തൻ ഇങ്ങോട്ട് വരണം. ഒരു ഫ്രഷ് ഫ്രൂട്ടിൻ്റെ അകത്തേക്ക് ഇത്തരത്തിലൊരു ഇഞ്ചക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു എക്സ്റ്റേണലായിരിക്കുന്ന എന്തെങ്കിലും സൊല്യൂഷൻ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇഞ്ചക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രൂട്ട്സിന് എത്രത്തോളം ഷെൽഫ് ലൈഫ് ലഭിക്കും? വളരെ പെട്ടെന്ന് അത് കേടാവില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് നാം മറുപടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എരിത്രോസിൻ പോലെയുള്ള കൃത്രിമ നിറങ്ങൾ ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ട് തണ്ണിമത്തൻ മാർക്കറ്റിൽ വരുന്നു എന്നുള്ളത് നിലവിലെ ടെസ്റ്റ് റിപ്പോർട്ടുകൾ പ്രകാരം വസ്തുതാ വിരുദ്ധമാണ്. അപ്പോൾ പല ആളുകളും പറയുന്നതാണ്, തണ്ണിമത്തൻ കഴിച്ചിട്ട് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലേ? അതിൻ്റെ കാരണം എന്താണെന്ന്. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് സാലിസിലേറ്റ് സെൻസിറ്റിവിറ്റി. അതായത് തണ്ണിമത്തനിൽ മറ്റു പല ഫ്രൂട്ട്സിലും അടങ്ങിയതുപോലെ തന്നെ സാലിസിലേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്. സാലിസിലേറ്റ് സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ അലർജി ഉള്ള ആളുകളാണെങ്കിൽ അത്തരം ആളുകൾ തണ്ണിമത്തൻ കഴിച്ചു കഴിഞ്ഞാൽ ചൊറിച്ചിൽ പോലത്തെ പലതരത്തിലുള്ള അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി വാട്ടർമെലൺ അല്ലെങ്കിൽ തണ്ണിമത്തൻ അതേ രീതിയിൽ തന്നെ അലർജി ഉണ്ടാക്കുന്ന ചില ആളുകളുണ്ടാകും. അതായത് നമുക്കറിയാം പലതരം ഫുഡും പല ആളുകൾക്കും അലർജി ഉണ്ടാക്കാറുണ്ട്. ഉദാഹരണത്തിന് ചെമ്മീൻ പല ആളുകൾക്കും അലർജി ഉണ്ടാക്കും. നമുക്കറിയാം ചെമ്മീൻ ബിരിയാണി കഴിച്ച് അലർജിക് റിയാക്ഷൻസ് വന്നിട്ട് മരണപ്പെട്ട കേസ് വരെ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വാട്ടർമെലൺ അലർജി ഉള്ള ആളുകളാണെങ്കിൽ വളരെ ചെറിയ ശതമാനം ഉണ്ടാകും. അത്തരത്തിലുള്ള ആളുകൾ വാട്ടർമെലൺ കഴിച്ചു കഴിഞ്ഞാൽ അവരിൽ പലതരത്തിലുള്ള അലർജിക് സിംറ്റംസ്, അതായത് ചുണ്ടും നാക്കുമൊക്കെ തടിച്ചു വരിക, ശരീരം മൊത്തം തണർത്ത് പൊന്തുക, ഹൈവ്സ്, അട്ടിക്കേരിയ, ഇച്ചിങ് തുടങ്ങിയ പലതരത്തിലുള്ള അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവാം. സിവിയർ കേസുകളിൽ വേണമെങ്കിൽ അനാഫിലാക്റ്റിക് ഷോക്ക് വരെ സംഭവിക്കാം. കാരണം അലർജി അത്തരത്തിലുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ അലർജി ഉള്ള ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് വളരെ കുറവാണ്. ഓൾറെഡി അലർജി ഉള്ള ആളുകൾ, പൊള്ളൻ ഗ്രെയിൻ അലർജി ഉള്ള ആളുകൾ ഉണ്ടാകും. അത്തരത്തിലുള്ള ആളുകളിൽ വാട്ടർമെലണിൽ അല്ലെങ്കിൽ തണ്ണിമത്തനിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ അലർജിക് റിയാക്ഷൻസിന് കാരണമാവുകയും അത് പലതരത്തിലുള്ള ചൊറിച്ചിൽ, ദേഹം തിണർത്ത് പൊന്തുക തുടങ്ങിയ പലതരത്തിലുള്ള അലർജിക് റിയാക്ഷൻസിനും അബ്ഡോമിനൽ ഡിസ്കംഫർട്ടിന്, സ്റ്റൊമക് പെയിനൊക്കെ കാരണമാവുകയും ചെയ്യും. ഇനി തണ്ണിമത്തൻ കൂടുതലായി കഴിച്ചു കഴിഞ്ഞാൽ അത് പലപ്പോഴും പലതരത്തിലുള്ള ഡിസ്കംഫർട്ട് ഉണ്ടാക്കും. അതായത് തണ്ണിമത്തൻ ധാരാളമായിട്ട് വാട്ടർ കണ്ടൻ്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ്, അതുപോലെ തന്നെ ഫൈബർ കണ്ടൻ്റ് ഉള്ള ഫ്രൂട്ടാണ്. അപ്പോൾ ഇത് ധാരാളമായിട്ട് ഓവറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അബ്ഡോമിനൽ ഡിസ്കംഫർട്ട്, ഡയേറിയ, ബ്ലോട്ടിംഗ്, വയറിനകത്ത് ഗ്യാസ് നിറഞ്ഞ പ്രതീതി, ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള അബ്ഡോമിനൽ ഡിസ്കംഫർട്ടിന് കാരണമാകാം. നിലവിൽ വാട്ടർമെലണിൽ ഇത്തരത്തിലുള്ള എരിത്രോസിൻ പോലെയുള്ള കൃത്രിമ നിറങ്ങൾ
ഇഞ്ചക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ഒരു പരീക്ഷണം വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നുണ്ട്. ഈ അഡൾട്രേഷൻ ടെസ്റ്റ് പൂർണ്ണമായിട്ടും എരിത്രോസിൻ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. നന്നായിട്ട് റൈപ്പൻ ചെയ്തിരിക്കുന്ന ഒരു വാട്ടർ മെലൺ മുറിച്ചിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കോട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒപ്പിയെടുത്ത് കഴിഞ്ഞാൽ പലപ്പോഴും അതിൽ കളർ കിട്ടാൻ സാധ്യതയുണ്ട്. അത് നാച്ചുറലി ഒക്കറിങ് കളറായിരിക്കും, അതല്ലാതെ ആഡ് ചെയ്യുന്ന കളറായി കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അത്തരം ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് അത് കൃത്രിമ നിറം ചേർത്താണെന്ന് ഉറപ്പിക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല. അതുകൊണ്ട് നിലവിൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ പരിശോധനകൾ പ്രകാരം ഒരിടത്തു നിന്നും ഇത്തരത്തിലുള്ള കൃത്രിമ നിറങ്ങൾ ചേർത്തിട്ടുള്ള ഒരു തണ്ണിമത്തൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തണ്ണിമത്തനിൽ ഇത്തരത്തിലുള്ള എരിത്രോസിൻ ചേർത്ത് വരുന്നു എന്നുള്ള വ്യാപക പ്രചരണം അത്രത്തോളം ശരിയല്ല. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ